എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹക്ക നൂഡിൽസിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏതാണ്ട് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹക്ക നൂഡിൽസിൻ്റെ പാക്കറ്റൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറെടുക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതാ ഞാൻ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകേണ്ട, ഒരു 1/4 ഭാഗം വേവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസൊക്കെ ഏകദേശം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള മറ്റ് സ്റ്റെപ്പ് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ 1 ടീസ്പൂൺ അളവ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഒരു സവാള നീളത്തിൽ അരിഞ്ഞതിൻ്റെ പകുതി, അതുപോലെ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്. അപ്പോൾ ജൂലിയൻ സൈസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈസിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. ജസ്റ്റ് അതൊന്ന് റെഡിയായി വന്നാൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന അത്രയും വഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കളറും ടെക്സ്ചറും ഒന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറില്ല, മധുരമൊന്നും വരുമൊന്നുമില്ല. നമ്മുടെ പച്ചക്കറികൾ കുറച്ചുകൂടി ക്രിസ്പായിട്ടിരിക്കും. അതുപോലെ തന്നെ കളറൊന്നും നഷ്ടപ്പെടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നൂഡിൽസിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മളിതിലേക്ക് സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോയാ സോസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ പച്ചക്കറികളുടെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ലൈറ്റ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സോയാ സോസൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസിൻ്റെ കൂടെ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.